ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നട്ടപ്പാതിരാക്കുള്ള വീഡിയോസാണ്. രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. ഞാൻ മൈഗ്രെയിൻ്റെ തലവേദന എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വർഷങ്ങളായി ഞാൻ ബുദ്ധിമുട്ടണേ. അപ്പോൾ അതിൻ്റെ ചികിത്സക്കും വേണ്ടി പോവുകയാണ്. അപ്പോൾ അന്ന് തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. 12 മണിയാകുമ്പോൾ നമ്മൾ ഉറങ്ങിയാൽ നമ്മൾ അറിയൂലല്ലോ. നമ്മളൊരു 10 മണിക്കൊക്കെ കടന്ന് പിന്നെ 12 മണിക്ക് തന്നെ നീച്ചണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാൻ നിന്നിട്ടേ അല്ല. ഇവിടുന്ന് ഒരു 83 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 3 മണിയാകുമ്പോഴത്തേനും അവിടെ എത്താനാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ കാക്കയുണ്ട്, മോനും ഉണ്ട്, അതും അവരും ഉണ്ട് കേട്ടോ. അവർ ബാക്കിൽ നല്ല ഉറക്കമാണ്. ഉറക്കത്തു നിന്ന് കൊണ്ടുപോയി വണ്ടിയിൽ കടത്തിയേക്കാണ്. ഞാൻ രാത്രി ഒന്നും കഴിക്കലില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പം രാത്രി കഴിക്കാത്തതൊന്നും അറിയില്ല. ഇത് ഉറങ്ങാതെ നിന്നപ്പം പള്ളൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയോ കത്തിക്കാളെ, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. അപ്പം ആ നേരത്ത് കടകളൊന്നുമില്ല, തട്ടുകടയാണ്. അപ്പോൾ അവിടുന്ന് ഒരു പൊറാട്ടയൊക്കെ വാങ്ങിത്തന്ന് അതൊക്കെ കഴിച്ചങ്ങാണ്ട് പിന്നെയും പോവുകയാണ്. അപ്പോൾ ഇതിന് ആദ്യം നീച്ചു കേട്ടോ. ആദ്യം നീച്ച് പിന്നെ മുന്നിലെത്തിക്കണം. അവൻ്റെ ഉറക്കൊക്കെ തെളിഞ്ഞങ്ങാണ്ട് ഉഷാറായി ഇരിക്കണുണ്ട്. കുറേ വർഷങ്ങളായി തലവേദന കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ട്. കുറേ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കും, പിന്നെ കുറേ പച്ചമരുന്ന് കുടിക്കും. അപ്പോൾ ഒരു 6 മാസം ഏറി വന്നാൽ കുറവുണ്ടാവും. പിന്നെയും വീണ്ടും ഇത് തുടങ്ങും. അങ്ങനെ ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ഒരാൾ പോയിക്കണ് ഇവിടെ അട്ടപ്പാടി പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ അവർ നമ്പർ തന്നപ്പം അങ്ങനെ ഇവർക്ക് വിളിച്ച് വലിയ ലൊക്കേഷൻ വിട്ടെന്ന് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത്. ഇതിൻ്റെ റിവ്യൂ പറയണമെങ്കിൽ കുറച്ച് ദിവസം കഴിയണം. എന്നാലും എനിക്കിപ്പോൾ ഞാൻ പോയി വന്നിട്ട് 3-4 ദിവസമായി. ഇതുവരെ തലവേദന ഇല്ലാതെ നിൽക്കട്ടെ. ഇല്ലയെന്ന് പറയാൻ തന്നെ പേടിയാണ്. നമ്മൾ ഈ 3 മണിക്ക് അവിടെ എത്തിയിട്ട് വെയിലാവണേനെ മുന്നേ നമ്മൾ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തണം. അങ്ങനെയാണ് ഈ സമയത്ത് എത്താൻ പറഞ്ഞത്. നമ്മളെ തല വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പം നമ്മളവിടെ എത്താനായിട്ടോ. എത്ര എളുപ്പമായി എത്തിയതില്ലേ. 3 മണിക്കൂർ യാത്രയാണ് ഞങ്ങൾ ഇവിടുന്ന് കരുളായിന്ന് അട്ടപ്പാടിക്ക്. അപ്പോൾ ഇവിടെ ടൗണിലെത്തിയാലും മൂപ്പര് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വിളിച്ചു. ഇവിടെ 4ാമത്തെ വീടാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടോ അവിടെ തന്നെ സംഭവങ്ങൾ എഴുതി വെച്ചിരിക്കണം. ആ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ടോ, പച്ച ലൈറ്റ്, മൈഗ്രെയിൻ്റെ മരുന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നമ്പറും അയാളെ പേരൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ 4 വീടാണ്. 4 ഹെഡ്നഞ്ചന്മാരാണ് ചികിത്സിക്കുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ കുറച്ച് ആൾക്കാർ അധികം ഉണ്ട്. പിന്നെ മറ്റേ വീട്ടിൽ നമുക്ക് തന്ന നമ്പറിൽ നമ്മൾ വിളിച്ചു പോകുമ്പം അയാളടുത്തേക്കാണ് ചെല്ലണത്. അപ്പോൾ അയാൾ ഒരു അരമണിക്കൂർ മുന്നേ നമുക്ക് വിളിച്ചിട്ടോ, നിങ്ങൾ പോന്നിക്കണോ എത്തിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അയാൾ മരുന്ന് തയ്യാറാക്കും. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഒരു ദിവസം ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരീനി. ഇതിപ്പോൾ അവർ പറയണത് 90% ആൾക്കാർക്ക് മാറിയിരിക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ഓർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ അതും കൂടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഇനി തലവേദന ഒന്നും ഇല്ലാതെ നിൽക്കട്ടെ. പിന്നെ ഇപ്പോൾ ദൂരത്തു നിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ അവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വെയിൽ കൊള്ളാൻ പാടില്ല ഒരു ദിവസം. നമ്മൾ പിന്നെ അവിടെ നിന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഇങ്ങോട്ട് തന്നെ നിൽക്കുകയാണ്. തിരിച്ച് 6 മണിയായപ്പോഴത്തേനും വീട്ടിലെത്തിക്കണം. ഇവിടെ തന്നെ നല്ല തലവേദന കൊടുക്കേട്ട പോണത്. അപ്പോൾ ഏതായാലും മരുന്ന് വെച്ചിട്ട് മാഷാ അല്ലാഹ് 10 മിനിറ്റ് കൊണ്ട് തലവേദന അവിടെ നിന്നിട്ടോ. നാളേക്കും വേണ്ടി ഇന്ന് ബുക്ക് ചെയ്തതാണ് അയാൾക്ക്. അപ്പോൾ അയാൾ അറിഞ്ഞ് വരാൻ പറ്റുകയാണെങ്കിൽ വരികയായിരുന്നു. അപ്പോൾ അപ്പം തന്നെയാണ് പോയതാണ്. അപ്പോൾ കാക്ക അറിഞ്ഞ് ഇങ്ങനെ നിന്നാലും ഇങ്ങനെ നീളേ ചെയ്യുള്ളൂ, ഇപ്പം തന്നെ പോയി അവിടെ എത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അപ്പം തന്നെ പോയതാണ് ഞങ്ങൾ. നമ്മളെന്താ പറയുക, ഒഴിവും സമയവും കാലവും നേരമൊക്കെ നോക്കിയാൽ നമുക്ക് പോകേണ്ട സമയത്തൊക്കെ നമുക്ക് പോകാൻ കഴിയൂല. എന്താണെങ്കിലും പെട്ടെന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ പോകണം തോന്നുകയാണെങ്കിൽ അപ്പോൾ പോവുക. അതിനെ നമുക്ക് പറ്റുള്ളൂ. നാളേക്കൊക്കെ നീട്ടി വെച്ചാൽ അതുണ്ടാവില്ല. അങ്ങനെ ഏതായാലും മരുന്ന് വെച്ച് കെട്ടാനൊന്നും അധികം സമയം വന്നിട്ടില്ല. കുറച്ച് സമയം വന്നിട്ടുള്ളൂ. അതെ, ഇവിടുന്ന് നമ്മളൊരു പഴയ പരിചയക്കാരൻ ഇവിടുന്ന് അതേമാതിരി കെട്ടിപ്പോയിന്. ഇവര് പറഞ്ഞേന് ഇവിടെ കുറെ വീടുകളുണ്ടാവും. അതെ 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 അതെ. അതെ അതെ. കൂടുതൽ ട്രൈ ആവുകയാണെങ്കിൽ വേദന കണ്ണിൻ്റെ തിരിച്ചൽ പറയാനാവട്ടെ. വേദന കുറവില്ലെങ്കിലേ അവിടെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വേദന ഉണ്ടെങ്കിൽ പറയും, നമുക്കൊന്നുകൂടി കിട്ടാം. തന്നെ മാറട്ടെ. പല വർണ്ണേഷനൊക്കെ ചെയ്തു ഇതിപ്പോൾ കേരളത്തിൽ പല ഭാഗത്തുനിന്നായിട്ട് ആൾക്കാർ വരുന്നതായിരുന്നു. 90% ആൾക്കാർ മാറിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് 2-3 പ്രാവശ്യം സെക്കൻഡ് ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വർഷങ്ങളായിട്ട്
കൂടുതൽ പിന്നെ ദൂരം കഴിക്കുന്ന വന്നാൽ അവിടെ നിൽക്കാനുള്ള ഹോട്ടൽസുകളുണ്ട്, സൗകര്യമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. അന്നാണ് മടങ്ങാൻ കഴിയാത്ത ഇവർക്ക് എത്താൻ കഴിയാത്ത ഒരു കേസ് വരികയാണെങ്കിൽ പല ദിവസം വന്നത് സ്റ്റേ ചെയ്യും. എന്നിട്ട് പുലർച്ചെ വന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വൈകിട്ട് അവർ പോകും. വെയിൽ കൊള്ളാൻ പാടില്ലല്ലോ. വെയിൽ തീരെ കൊള്ളാൻ പാടില്ല. ദൂരം വഴിക്കുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു 2-2.5 മണിയാകുമ്പോൾ ഇവിടെ എത്തും. അവർക്ക് 2-2.5 മണിക്കൂർ റണ്ണിങ് ഉണ്ടാവും. 5-6 മണിയാകുമ്പോൾ അവർക്ക് തിരിച്ച് വീട്ടിൽ എത്താം. വെയിലാകുമ്പോഴേക്ക് വീട്ടിൽ എത്താം. അവിടെ ഈ ടൈം പറയും. ഇനിയിപ്പോൾ അത്ര ദൂരം ഉണ്ടല്ലോ. ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഇപ്പം 1 മണിക്കൂർ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണി 5-6 മണിക്ക് അവിടെ. അങ്ങനെ നമ്മൾ മരുന്നൊക്കെ കെട്ടിപ്പോരുകയാണ്. അപ്പം ഒരു 4 മണിയൊക്കെ കഴിക്കണം കേട്ടോ കെട്ടിപ്പോന്നപ്പോൾ. ഇപ്പോൾ തലേ ദിവസം വിളിച്ച ആൾക്കാരുണ്ടാവും, അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ വഴിക്കെത്തിയിട്ട് ഇങ്ങനെ വിളിക്കും. ഇപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ പകരൊക്കെ അരിച്ചത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. മറ്റത് 2 മണിക്ക് ഇപ്പോൾ വരുന്ന ആൾക്കാർ 2 മണിക്കിൻ്റെ മുന്നേ തന്നെ വിളിച്ച് തുടങ്ങൂലേ. അപ്പോൾ കുറച്ചൊരു ഉണ്ടായിരിക്കും. പിന്നെ വേറെ ആൾക്കാരുണ്ടായിരിക്കും, അതൊരു 10 മണി വരെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. പകലുണ്ടാവില്ല അല്ലേ? പകലല്ല, നമ്മൾ ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു 5-5:30 മണി വരെ ഇവിടെ ഉണ്ടാവും. 5:30 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പോകണ്ടേ. ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 5 മണിക്ക് 5-5:30 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 6 ആകുമ്പോഴേക്ക് അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇവിടെ നിൽക്കുന്നവരും അതെ ഒരു 5 മണിക്കേ വരുള്ളൂ. ആ റൂം എടുത്ത് നിൽക്കുന്നവരൊക്കെ ഒരു 5 മണിക്ക് വരുള്ളൂ. അവിടെ പൈസ ആയിട്ടൊന്നും അധികമല്ല, 400 രൂപയാണ് അവർ മേടിക്കുക. പിന്നെ നമ്മൾ ഇവരോട് ചോദിച്ചിട്ടാട്ടോ വീഡിയോസ് എടുത്തത്. കാരണം കുറേ ആൾക്കാർ മൈഗ്രെയിൻ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ചുകൊണ്ടാണ് ഇത് വീഡിയോസായിട്ട് എടുത്തത്. അവരെടുക്കാനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവരെടുത്തോളി, ആളുകളിൽ എത്തിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ നമ്പറൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. അപ്പോൾ അന്നൊരു ദിവസം ഫുള്ള് എന്നോട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ ഉമ്മാനോട് വിളിച്ച് പറഞ്ഞു ഇനി വരാൻ വേണ്ടിങ്ങാണ്ട്. അപ്പം ഒരു 6:30 ആയപ്പോൾ തന്നെ ഉമ്മ പൊറോട്ട, ഇപ്പാൻ്റെ പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് വന്നിക്കണം. മക്കളൊക്കെ അമ്മ സ്കൂൾക്ക് പറഞ്ഞയച്ചിക്കണം. ഉമ്മാൻ്റെ അടിച്ചലും തുടക്കലും വാരലൊക്കെ കഴിഞ്ഞിരിക്കണം. എന്നിട്ട് ഞാൻ എണീച്ച് വന്നിട്ട് ഉമ്മ കറി ഉണ്ടാക്കണ വീഡിയോസ് പിന്നെ ഞാൻ എടുത്തതാണ് കേട്ടോ. അന്ന് ഫുള്ള് എനിക്ക് പുറത്തിറങ്ങാനും പറ്റൂല. ചോറും വെച്ചിക്കണ്, പിന്നെ കറി ഉണ്ടാക്കണം. ചെറുചേമ്പും കുമ്പളങ്ങിയും വെച്ചുകൊണ്ടാണ് ഉമ്മ കറി ഉണ്ടാക്കണത്. പിന്നെ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ വെച്ചെന്ന് എനിക്കെല്ലാം അറിയുള്ളൂ. ഉമ്മക്കൊക്കെ വരുമ്പോൾ ഒരു തപ്പിപ്പിടുത്തല്ലേ ഇക്കാരം. അപ്പോൾ പിന്നെ നീച്ചിട്ടാണ് കറിയൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ഈ തലവേദനൻ്റെ റിവ്യൂ ചെയ്താലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പം മാഷാഅല്ലാ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പോയത് വീഡിയോസ് എടുത്തുങ്ങാണ്ട് നിങ്ങളിൽ എത്തിച്ചു തന്നതാണ്. ചിലർക്ക് ചിലപ്പോൾ ഇത് അറിയുന്നതാവും, ചിലർക്ക് അറിയാത്തതാവും. അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണ്ടി. ഈ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായ അന്ന് മുതൽ തന്നെ ഞാൻ രാവിലെ കുളിക്കും. രാവിലെ തല നനച്ച് കുളിച്ചാൽ ഈ വെയിലാണതിന് മുന്നേ കുളി കഴിയണം. അപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് നല്ല മാറ്റം ഉണ്ടായിനി. പിന്നെ ഞാനത് വീണ്ടും വയപ്പിയപ്പോഴാണ് പിന്നെയും തുടങ്ങിയത്. അപ്പം ഇൻഷാ അല്ലാ രാവിലെ നീച്ചേക്ക് തന്നെ കുളിയൊക്കെ ആരംഭിക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് നീങ്ങണ്ടേ തലവേദന അല്ലാതെ. അപ്പോൾ അതിന് നല്ല പനിയാണ് കേട്ടോ. പനിയുള്ള ഓനെയും കൊണ്ടാണ് പോയത്. പിന്നെ പനിച്ചാൽ തന്നെ അവൾക്കൊരു ശീലക്കേടല്ല. അപ്പം പിന്നെ ഞാൻ ഒറ്റക്കായാലും പറ്റൂല, കാക്കയാണെങ്കിൽ റൂട്ട് പോകും. അങ്ങനെയാണ് ഉമ്മാനോട് വരാൻ പറഞ്ഞത്. അങ്ങനെ ഉമ്മ കുമ്പളങ്ങിയും ചേമ്പും ഒക്കെ കേക്കിങ്ങാണ്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ 2 തക്കാളി ഇട്ട് കൊടുത്തിക്കണ്, ഒരു 4 പച്ചമുളകും ഇട്ട് കൊടുത്തുങ്ങാണ്ട് പിന്നെ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടുങ്ങാണ്ടാണ് ഉമ്മ വേവിച്ചെടുത്തത്. ഇതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് കേട്ടോ. ഞാൻ എന്നെക്കൊണ്ട് ഒന്നും എടുപ്പിച്ചിട്ടില്ല. അമ്മ ഇന്നൊരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കുക പറഞ്ഞാണ്ടേ. എനിക്കാണെങ്കിൽ ഒരാളിങ്ങനെ എടുക്കണ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ എനിക്കൊരു പൊറുതേടാണേനു. ഞാൻ വണ്ടിയിൽ നിന്ന് പിന്നെയും കുറേ ഉറങ്ങിക്കണ്, മക്കളും ഉറങ്ങിക്കണ്. പിന്നെ കാക്കയും മോനും തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാക്ക പിന്നെ വന്നിട്ട് 2 മണിക്കൂറൊക്കെ ഉറങ്ങി ഓല് റൂട്ടിൽ പോയി. മോന് പിന്നെ എപ്പോഴും നല്ല ഉറക്കമാണ്. നമ്മൾ അത്ര പകൽ ഉറങ്ങിയാലും ഈ രാത്രിക്കത്തെ ഉറക്കം കിട്ട് പോയാൽ ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ കേൾക്കാറല്ലേ. അത് പിന്നെ എത്ര ഉറങ്ങി തീർത്താലും എന്താ പറയുക, ആ ഒരു ഇടങ്ങേറ് മാറൂല. അങ്ങനെ അമ്മ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഒന്ന് പോയതാണ്. ഇവനാണ് പനി, ഇവന് ഭയങ്കര ശീലക്കേട് തന്നെയാണ്. എന്തെങ്കിലും ദുശീലം പറഞ്ഞങ്ങാണ്ട് കരയാണ്. ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഓൻ്റെത് മാറി മറ്റോന് തുടങ്ങിയിരിക്കണ്. ഇവൻ അംഗൻവാടിക്ക് പോകണം. അപ്പോൾ ആ സുഖമില്ലാത്തവൻ ഓനും വിളിച്ച് പോവുകയാണ്. അതിനാണ് ഇവൻ ഒരു വിളിച്ചണത്. ഒറ്റയ്ക്ക് പിന്നെ അംഗൻവാടിക്ക് കൊണ്ടാക്കാൻ പറ്റൂല, അല്ലാതെ ഒന്നും നിൽക്കില്ല. അങ്ങനെ ഉമ്മ തേങ്ങയൊക്കെ ചിരവാണ്. അപ്പം ഞാൻ പറഞ്ഞ ഞാൻ പൂണ്ട് തരാറ്. അപ്പം ഉമ്മ പറഞ്ഞുണ്ടാതെ അവിടെ ഇരുന്നോ, ഞാൻ ചിരകിക്കോളാം, ചിരവ് അങ്ങോട്ട് എടുത്തോണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ ചിരവിങ്ങാണ്ട് അരക്കണം. പൂളൽ അനക്കന്നെ നടക്കുള്ളൂ, എനിക്ക് കഴിയൂല അറിയുന്നുണ്ട്. അങ്ങനെ ചേമ്പും കുമ്പളങ്ങിയും കറിയാണ്. അയിലമീനുണ്ട്, അത് കായം പുരട്ടി വെച്ചിരിക്കണം. അത് പൊരിക്കും ചെയ്യുക, പപ്പടം പൊരിച്ച. ഇന്നത്തെ ലഞ്ച് അതാണ് കേട്ടോ.
ഇമ്മ വിരുന്ന് വന്നിക്കണ വിചാരിച്ചങ്ങാണ്ടൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിക്കണം, എന്നിട്ടാണ് തേങ്ങ അരച്ചത് ഒഴിച്ചത്. നമ്മളമ്മമാരുണ്ടാക്കി തരുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിക്കാരം ഇഷ്ടമായിക്കാരം. എന്നും നമ്മളുണ്ടാക്കി ഇങ്ങനെ കഴിക്കല്ലേ. ഇമ്മ ആദ്യമൊക്കെ ഇടക്കൊക്കെ ഒന്നും ഇങ്ങനെ വന്നീനി. ഇപ്പം ഇമ്മ കുറേ അയക്കണ് വന്നിട്ട്. കാരണം അനിയത്തിൻ്റെ പ്രസവം പിന്നെ അവൾ 90 കഴിഞ്ഞ് അല്ലേ പോയത്, അങ്ങനെയൊക്കെ കുറേ ആയിട്ട് ഇമ്മ കുറേ അയക്കണം, കുറേ അധികം അയക്കണം വന്നിട്ട്. അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഗ്യാസുമ്മ, സാധാ ഗ്യാസിൻ്റെ മരിയല്ല ഇത് ഓണാക്കലും ഓഫാക്കലും. അപ്പം ഉമ്മാക്ക് ഗതികേടേനി. അപ്പം ഉമ്മ ഓണാക്കുമ്പോൾ അത് ഓഫാവും. എന്നിട്ട് ഞാൻ അങ്ങനെ എടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കേനി. ഈ ഗ്യാസിന് ലൈറ്ററിൻ്റെ ആവശ്യമില്ല, നോവുമ്പോൾ തന്നെ ഓണാക്കിയാൽ ഓണാവും. കാരണം ബാറ്ററി തീർന്നു പോയിക്കണ്. അപ്പം ഉമ്മാക്ക് ഇത് അറിയണില്ല. മറ്റേത് നോവുമ്പോൾ ഓണാക്കണമെങ്കിൽ തന്നെ അല്ലാണ്ട് കത്തും ചെയ്യും. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് പിന്നെ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചുഴറ്റിങ്ങാണ്ട് ഒഴിച്ചിക്കണം കേട്ടോ. അപ്പോൾ കറി സെറ്റ് ആവാനായിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കറി. കുമ്പളങ്ങയും പിന്നെ നമ്മളെ ചേമ്പൊക്കെ അല്ലേ, നാടൻ കറിയല്ലേ. അങ്ങനെ പിന്നെ ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പ് കുറച്ച് കമ്മിയാണ് പറഞ്ഞാൽ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത്. കറി നല്ലോണം തിളക്കണ്ട, ഒന്നിങ്ങനെ തുള്ളിയാൽ മതി അറിയനിമ്മ. നല്ലോണം വെട്ടി തിളച്ചാൽ ആ കറിൻ്റെ രസം തന്നെയാണ് പോകുന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയനി. ഞാനും അങ്ങനെ തന്നെ ഇട്ട് ചെയ്യൽ. തേങ്ങ അരച്ച് പാരന കറി നല്ലോണം വെട്ടി തിളപ്പിച്ചൂല. പിന്നെ എന്തൊക്കെ ഒരു ഫ്രീ കിട്ടോ, ഒരു പണി എടുക്കരുത്. കേക്കിന് ഓർഡർ ഉണ്ടായി, അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തൊക്കെയാണ്. എനിക്ക് കഴിയൂല, അങ്ങനെ സുഖമില്ല ഇറങ്ങാണ്ടേ. സൗണ്ടിനൊക്കെ ചിലപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും, ജലദോഷം പിടിച്ചിട്ടാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുന്നേ വീഡിയോസിൽ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നീനി ഇതിൽ അപ്പസോഡ ഇട്ടിക്കണമെന്ന്. അപ്പോൾ ഞാൻ അതിൽ അപ്പസോഡ ഇട്ടത് കാണിക്കണുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വോയിസിൽ കൊടുക്കാൻ മറന്നിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വോയിസ് കേട്ടില്ല. ഞാൻ ഒരു നുള്ള അപ്പസോഡ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ വിട്ടു പോയതാണ്, ക്ഷമിക്കണം. ആ കമൻ്റ് ഇട്ട ആൾക്ക് ഒരുപാട് നന്ദി കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. അതുകൊണ്ടാണല്ലോ എനിക്കിത് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെ റെസിപ്പി വിചാരിച്ചങ്ങാണ്ട് ഉണ്ടാക്കണ പോലെ ആകുമ്പോൾ അപ്പസോഡൻ്റെ അത് ഞാൻ അതിൽ മറന്നും ചെയ്തു. അത് ഇടാതെ ഉണ്ടാക്കിയാൽ ഇനി നന്നാവോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഞാനതിൽ അപ്പസോഡ കുറച്ച് ഇട്ടിക്കണം കേട്ടോ, ബേക്കിംഗ് സോഡ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉമ്മ കടുകൊക്കെ വറുത്ത്, കടുകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ വറുത്ത് തൂമിച്ചിക്കണം. അപ്പോൾ കറി സെറ്റായിട്ടോ. അപ്പം ഇനി കുറച്ച് പപ്പടം പൊരിക്കണം. പപ്പടം പൊരിച്ചിട്ട് അതിൽ തന്നെ മീനും പൊരിക്കാറുണ്ടമ്മ. അപ്പോൾ പപ്പടം ഇങ്ങനെ പൊരിക്കുമ്പം ഇമ്മൻ്റെ കഥ ഇങ്ങനെ പറയണേ. അപ്പോൾ പപ്പടം പൊരിക്കുമ്പോൾ എൻ്റെ വലിയ അമ്മോന് കുഞ്ഞാക്കാന്നാട്ടോ ഞാൻ വിളിക്കുക. അപ്പം അമ്മായി എപ്പോഴും പറയും, അമ്മായി പപ്പടം പൊരിച്ചു കൊടുത്താൽ പറയുമല്ലോ കുഞ്ഞാക്ക. പപ്പടം പൊരിക്കണമെങ്കിൽ പൂവിന്നാണ് വിളിക്കുക. അവിടേക്ക് നിങ്ങൾ ആരും എത്തൂല അറിയും. അപ്പം എനിക്കിങ്ങനെ ചുമക്കണം പപ്പടം. കുഞ്ഞാക്കാക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെന്നാൽ എന്നെ കൊണ്ട് പപ്പടം പൊരിപ്പിച്ചു. ഓലൊന്നും പപ്പടം പൊരിച്ചാൽ ചുമന്ന കളറാവില്ല അറിയാം. അപ്പം ഉമ്മ പറയുന്നത് അപ്പം എനിക്ക് ചുമക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ചുമപ്പിച്ചാണ് അറിയണേ. അപ്പം നമ്മളമ്മമാരെയും നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറേ പറയാനുണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ പറയേനി. അപ്പം പപ്പടം പൊരിക്കൽ കഴിഞ്ഞ് ഇനി മീൻ പൊരിക്കുകയാണ്. അപ്പം അമ്മമാരെ ഇന്നത്തെ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ, നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും റെസിപ്പീസ് ഞാൻ ഉൾപ്പെടുത്തലുണ്ട് എങ്ങനെ ആയാലും വീഡിയോസിൽ. അപ്പോൾ അങ്ങനെ അമ്മമാരെ കറി ഒന്ന് ഉൾപ്പെടുത്തിയതാണ്. പിന്നെ അമ്മയും വാപ്പയെന്ന് വന്നാലേ അവർക്ക് നെയ്ച്ചോറും ബിരിയാണിയും ഒന്നും വേണ്ടില്ല. അവർക്ക് ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ അല്ലേ ഇഷ്ടം. അങ്ങനെ ഇമ്മ വന്ന് ഉമ്മാരെ അടിച്ചലും തുടക്കലും വാരലും ചോറും കൂട്ടാനൊക്കെ ആയി. പിന്നെ ഉമ്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ നമ്മളെ കുടുങ്ങുമ്പോൾ അവിടെ അവരെത്തുമല്ലോ. നമുക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് കേട്ടാൽ അപ്പം പിന്നെ ഓലെ ബുദ്ധിമുട്ടൊന്നും ഓര് നോക്കൂലല്ലോ. എത്ര തിരക്കാണെങ്കിലും ഓല് ഓടിയെത്തും. ഓൽക്കൊക്കെ പഠിച്ചോനെ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പം നമ്മളെ വീഡിയോസ് ഇവിടെ വെച്ചോണ്ട് വൈൻഡപ്പ് ചെയ്താലോ. അപ്പം നല്ലൊരു വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.